ഹായ് ഹലോ എവരി വൺ, ഐ ആം റുക്സാന അജ്മൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കടച്ചക്കയുടെ സീസൺ ആണല്ലോ. അപ്പോൾ കടച്ചക്കയ്ക്ക് ചില സ്ഥലങ്ങളിൽ ശീമ്പച്ചക്ക എന്നും അറിയപ്പെടും. ഈ കടച്ചക്കയും പച്ചച്ചെമ്മീനും ഇട്ടിട്ട് നമുക്ക് ഇന്നൊരു വറുത്തരച്ച കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇത് ചപ്പാത്തിയുടെ ഒപ്പം പൊറോട്ടയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ വളരെ ടേസ്റ്റിയാണ്. എല്ലാത്തിനും ചേരുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിൻ്റെ തൊലി നീക്കം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കയ്യിൽ അല്പം എണ്ണ തേച്ചതിന് ശേഷം തൊലി നീക്കം ചെയ്യുക. ചക്കയുടെ അരക്ക് പോലെ തന്നെ ഈ കടച്ചക്കയിലും അല്പം അരക്കുണ്ട്, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓയിൽ തേക്കുക മറക്കണ്ട. ആദ്യം ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തെ വീണ്ടും കട്ട് ചെയ്യുക. അതിൻ്റെ ഇടയിലായിട്ട് ചെറിയ കൂഞ്ഞയുണ്ട്, അതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇതിൻ്റെ നടുക്കുന്ന് രണ്ടായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. ഡൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കഷ്ണങ്ങളെയെല്ലാം വെള്ളത്തിലേക്ക് ഉടൻ തന്നെ മാറ്റുക. വെള്ളത്തിലിട്ടില്ല എങ്കിൽ ഇതിനൊരു ബ്രൗൺ കളർ വരും, കളർ ചേഞ്ച് ആയി പോകും. അപ്പോൾ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് മാറ്റുക. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു കടച്ചക്ക കറി ചെമ്മീൻ ഇട്ട് വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയാണ്. 500 ഗ്രാം വരുന്ന ചെമ്മീൻ്റെ വേസ്റ്റ് എല്ലാം നീക്കം ചെയ്തതിന് ശേഷം 200 ഗ്രാം വേസ്റ്റിലൂടെ പോയി ബാക്കി നമുക്ക് കിട്ടിയിട്ടുള്ളത് 300 ഗ്രാം ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ്. അതായത് ഒരു തേങ്ങായ രണ്ടായിട്ട് കട്ട് ചെയ്തതിന്റെ ഒരു ഭാഗമാണ്. ഇനി ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. തേങ്ങ ചിരകിയതിനെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മൂക്കെ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് കൈ എടുക്കാതെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി വറുത്തെടുക്കുക. ഈ തേങ്ങയുടെ കളർ ഒന്ന് ചേഞ്ച് ആകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതായത് പെരിഞ്ചീരകം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പെരിഞ്ചീരകം ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ചേർത്ത് കൊടുത്തെങ്കിൽ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും പെരിഞ്ചീരകം കരിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ടാണ് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ ഒരു ചൂടിൽ നന്നായിട്ട് പൊടികളെല്ലാം മൂത്ത് കിട്ടിക്കോളും. ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിനെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കാതെ തന്നെ പൊടിച്ചെടുക്കുക. ഈ വറുത്തിരിക്കുന്ന കൂട്ടിനെ നമ്മൾ വെള്ളം ചേർക്കാതെ പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇപ്പൊ ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വീതം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഈ അരപ്പിനെ ഒന്ന് മാറ്റി വെക്കുക. ഈ ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക. ഫ്ലെയിം ഓൺ ആക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയാണ് കറികൾക്കൊക്കെ ഏറ്റവും ടേസ്റ്റ് നൽകുന്നത്. സബോള ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരിപ്പായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി പകുതി ഒന്ന് വഴന്ന് കളറൊക്കെ ചേഞ്ച് ആക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് 1 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. ആ തക്കാളിയുടെ ഒരു പച്ചരുചി മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 300 ഗ്രാം അളവുള്ള ചെമ്മീനാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കുക. ഒരുപാട് നേരമൊന്നും ഇതിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടച്ചക്കയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കുക.
ഇപ്പം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യമുള്ള കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ട് തിളച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ബാക്കിയുള്ള സമയം ഇതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിതിനെ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ആവശ്യത്തിനുള്ള പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റുക. ഇനി ഒരു താളിപ്പിനായിട്ട് ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അരച്ചു വെക്കുന്ന കറികൾക്കൊക്കെ തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിന്റെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിനകത്തേക്ക് നമ്മളിനി ഒരു ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. താളിപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി നമുക്ക് ഇത് ചെമ്മീൻ കടച്ചക്ക കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് വീണ്ടും ഇളക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക ഇട്ട വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇനി മുതൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരേക്കും ഗുഡ് ബൈ.